ചക്കരയും ഈച്ചയും മിക്കിയും മിന്നിയും തമ്മിലുള്ള ബന്ധമായിരുന്നത്രേ അച്ചു ഹസാരെയും PC ആപ്പും തമ്മിലുണ്ടായിരുന്നത്. എവിടെ വെച്ചാണ് അവർ അടിച്ചു പിരിഞ്ഞതെന്നും അതിന് കാരണം എന്താണെന്നും ഇരുവരും ഇനിയും വെളിപ്പെടുത്താനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും പരസ്പരം പിതാവിന് വിളിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സ്ഥിതിക്ക് കേരളീയർക്ക് ഇനിയും പലതും പ്രതീക്ഷിക്കാം. മുതൽ 2006 വരെയുള്ള കാലഘട്ടങ്ങളിൽ അച്യുതാനന്ദൻ ഓർക്കേണ്ട, അച്യുതാനന്ദനോടൊപ്പമുള്ളവർ ഓർക്കേണ്ട, എന്റെ സഹപ്രവർത്തകർ അവർ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാവൂ, അച്യുതാനന്ദൻ ഒരു ജനകീയനായിരുന്നില്ല. വസ്തുതാപരമായി ഞാൻ സംസാരിക്കുന്നു. അദ്ദേഹത്തിന് നീട്ടിക്കുറുക്കിയുള്ള വാചകം കേൾക്കുമ്പം മനുഷ്യൻ TV ഓഫ് ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തെ മൂന്നാറിലേക്ക് പിടിച്ചുകൊണ്ട് പോയത് PC ജോർജാണ്. നിഷേധിക്കാൻ പറ്റുമോ? 3-4 പ്രാവശ്യം ഞാനാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. പീരുമേട്ടിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ, പട്ടിണി കൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോൾ തൊഴിലാളിയുടെ പ്രശ്നം കേരള ജനസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് ചെന്ന് അച്യുതാനന്ദനെ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു. മതികെട്ടാമലയിലേക്ക് ആരെ കൊണ്ടുപോയത്? അച്യുതാനന്ദനെ ആ മല മുഴുവൻ വലിച്ചു കയറ്റിയാൻ. അങ്ങനെ അച്യുതാനന്ദനെ ജനകീയനാക്കി മാറ്റി എന്നതാണ് പിണറായിയുടെ മുമ്പിൽ എന്നെ മോശക്കാരനാക്കിയത്. VS മറക്കരുത്, നന്ദികേട് കാണിക്കരുത്. മുഖ്യമന്ത്രിക്ക് സഹായകമായിട്ടുള്ള പ്രസ്താവനയാണല്ലോ അദ്ദേഹം ചെയ്തത്. അപ്പൊ അതിനുള്ള ഒരു സഹതാപം. PC ജോർജ് മുഖ്യമന്ത്രിമാരെ പുറകെ നടക്കുന്ന ആളാന്നാണ് പറഞ്ഞത്. VS മുഖ്യമന്ത്രിയായത് പുറകെ നടന്നു. ഇപ്പൊ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ പുറകെ നടക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇത്ര നെറുകെട്ട മനുഷ്യനാണല്ലോ VS. നെറുകേട് എന്നതിന്റെ പര്യായം VS എന്നാണോ എന്ന് എനിക്ക് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിനെ പറ്റിയായിരിക്കും. എന്തോ പിതാവിനെ പറ്റിയായിരിക്കും. അദ്ദേഹം 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലം, അതുപോലെ 96 മുതൽ 2001 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം LDF കൺവീനറായിരുന്ന കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിലാണ് VS അച്യുതാനന്ദൻ PC ജോർജുമായിട്ട് ബന്ധമല്ലാതെ മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഒരു ഔദാര്യം പറ്റി ആ കാരണവരടുത്ത് ഞാൻ പോയിട്ടില്ല. പറയട്ടെ, വെല്ലുവിളിക്കുകയാണ് VS-നെ ഞാൻ. എന്നെ ഉദ്ദേശിച്ച് അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പാവപ്പെട്ട പട്ടികജാതിക്കാരൻ, അവന് തൊഴിലവസരങ്ങളില്ല, ഇത് വഞ്ചിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ വിളിച്ചത് എന്താ? അവനെ തീവ്രവാദി. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പാവപ്പെട്ട പട്ടികജാതിക്കാരനെ തീവ്രവാദി എന്ന് വിളിച്ചത് ഈ പിണറായി മഹാനുഭാവനും ഈ VS അച്യുതാനന്ദനുമല്ലേ? ഹരിജന്റെ വീട്ടില്ല, ഹരിജന്റെ അടുത്തൂടെ പോയാൽ ഉടനെ പോയി കുളിക്കുന്ന സംസ്കാരം നിലനിന്നിരുന്ന കാലത്ത് ഹരിജന്റെ വീട്ടിൽ പോയി കാപ്പിയും അവരുടെ ചോറും എല്ലാം തന്നെ ഉണ്ടുകൊണ്ട് അവരോടൊപ്പം പ്രവർത്തിച്ച സംഘടനയിൽ മുന്നോട്ട് വന്നതാണ് ആ അച്യുതാനന്ദൻ. പത്തനംതിട്ട ചെങ്ങറയിൽ 6000-ഓളം പാവപ്പെട്ട പട്ടികജാതി പട്ടികർക്ക് ആടും പെണ്ണും ഉൾപ്പെടെ കരഞ്ഞുകൊണ്ട് 2 കൊല്ലം സമരം കിടക്കുക. ജീവിക്കാൻ സ്ഥലം വേണം, അവർക്ക് ഭൂരഹിതരാ. ഏതോ ഉപദേശകന്മാരെ അയാൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാണിക്കുന്ന ഈ മഠേതരമാണ് ഇതിനെല്ലാം കാരണം. മിസ്റ്റർ PC ജോർജ് തൽസ്ഥാനത്തിരിക്കാൻ ഒട്ടും അർഹൻ അല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് കണ്ടത്. എല്ലാ സത്യവും നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല, അത് സത്യ. എല്ലാ സത്യവും അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറയേണ്ടപ്പോൾ പറയാം. പറഞ്ഞു സത്യം, പറയാനുള്ളത് സത്യം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നില്ല. ഇവിടെ കിട്ടിയില്ലോ. സൽക്കർമ്മങ്ങൾ ചെയ്താലേ കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ വേല കിട്ടുകയുള്ളൂ എന്നാ ബൈബിളിൽ പറയുന്നത്. എങ്ങനെ? കാശ് വെട്ടിച്ചാൽ കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ വേല കിട്ടില്ല. എനിക്ക് വേല വേണ്ട.